പ്രിയപ്പെട്ടവരെ, ഈ കടലിൽ അപകടത്തിൽപ്പെടുന്ന മത്സ്യത്തൊഴിലാളികളെ രക്ഷിക്കാൻ സംസ്ഥാന സർക്കാരിന്റെ ഹെലികോപ്റ്റർ സംവിധാനം ഉപയോഗപ്പെടുത്തണമെന്ന് മത്സ്യത്തൊഴിലാളി ഐക്യവേദി. അപകടമുണ്ടായാൽ നേവിയുടെയും കോസ്റ്റ് ഗാർഡിന്റെയും സഹായം വൈകുന്നതും രക്ഷാപ്രവർത്തനം മന്ദഗതിയിലാക്കുന്നതും ജീവഹാനിക്കിടയാക്കുന്നുണ്ടെന്ന് ഐക്യവേദി പ്രസിഡന്റ് ചാൾസ് ജോർജ് പറഞ്ഞു. കഴിഞ്ഞ ദിവസം പുതുവൈപ്പിലുണ്ടായ അപകടത്തിലടക്കം മത്സ്യത്തൊഴിലാളികൾ മുങ്ങിമരിക്കുന്നത് പതിവാകുമ്പോഴും സർക്കാർ അനാസ്ഥ തുടരുകയാണെന്ന് സംഘടന ആരോപിച്ചു. ഹെലികോപ്റ്ററിന്റെ വിഷയം, വിമാനത്തിന്റെ സൗകര്യങ്ങൾ, രണ്ടാഴ്ച മുമ്പ് പുതുവൈപ്പിലെ 2 പേര് മുങ്ങി മരിച്ചത്. ഈ കേരളത്തിൽ നേവിയുണ്ട്, കോസ്റ്റ് ഗാർഡുണ്ട്, മറൈൻ എൻഫോഴ്സ്മെന്റ് ഉണ്ട്, കോസ്റ്റൽ പോലീസ് ഉണ്ട്. ഇവരുടെ ഏകോപിത പ്രവർത്തനങ്ങൾക്ക് നടക്കുന്നില്ല. ഞങ്ങൾക്ക് ആവശ്യമായ ഹെലികോപ്റ്ററിന്റെയോ വിമാനത്തിന്റെ സൗകര്യവും നമുക്ക് ലഭിക്കുന്നില്ല. അത്രമാത്രം ദുരിതപൂർണ്ണ അവസ്ഥയാണ്. ഒരു വിമാന സർവീസ് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം കളക്ടറെ ബന്ധപ്പെടണം. മത്സ്യമേഖലയിൽ നിന്ന് ആരും പറഞ്ഞതിന് വരില്ല. അവർ കളക്ടർ വിളിച്ചാൽ മാത്രമേ വരുള്ളൂ. അതാണ്. ഈ കൊച്ചിയിലാണ് JOC എന്നറിയപ്പെടുന്നതിന്റെ സെന്ററിന്റെ ആസ്ഥാനം. കൊച്ചിയിലെ മത്സ്യത്തൊഴിലാളികളെ രക്ഷിക്കുമ്പോൾ അവർക്ക് സാധ്യമാത്ര അവസ്ഥയാണ് നിൽക്കുന്നത്. മത്സ്യത്തൊഴിലാളികളുടെ ജീവനും തൊഴിലിനും സർക്കാരിന്റെ പിന്തുണ ആവശ്യമാണെന്ന് വരാപ്പുഴ അതിരൂപത സഹായമെത്രാൻ ബിഷപ്പ് ഡോക്ടർ ആന്റണി വാലങ്കൽ. മത്സ്യത്തൊഴിലാളികളുടെ പ്രാഥമികമായ ആവശ്യങ്ങൾക്ക് സർക്കാരിന്റെ പ്രഥമ പരിഗണന നൽകണം. കടലിൽ മല്ലിടുന്ന പാവപ്പെട്ടവരുടെ ജീവിതങ്ങളെ സംരക്ഷിക്കുവാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വം സർക്കാരിനുണ്ടെന്നും ബിഷപ്പ് ഡോക്ടർ ആന്റണി വാലിങ്കൽ പറഞ്ഞു. ലിബി സജീന്ദ്രനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ലിബി സജീന്ദ്രൻ, സർക്കാരിന്റെ കയ്യിലൊരു ഹെലികോപ്റ്റർ ഉണ്ട്. ആ ഹെലികോപ്റ്റർ അടിയന്തര ആവശ്യങ്ങൾക്ക് മാത്രമാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. എന്നാൽ മുതലപ്പുഴയിലാവട്ടെ, നീണ്ടകരയിലാവട്ടെ, വിഴിഞ്ഞത്താവട്ടെ, ഇതേപോലെ കടലിൽ പോയിപ്പെടുന്ന മനുഷ്യരെ, നമ്മുടെ കടൽ തീരത്തുള്ള സഹോദരങ്ങൾ രക്ഷിക്കാൻ ഈ സർക്കാരിന്റെ ഹെലികോപ്റ്റർ ഉപയോഗിക്കണം, മറ്റ് സംവിധാനങ്ങൾ ഉപയോഗിക്കണം. ദുരന്ത നിവാരണവും അത് രക്ഷാപ്രവർത്തനവും ഏകോപിപ്പിക്കാൻ കോസ്റ്റ് ഗാർഡിന്റെയും നേവിയുടെയും സഹായം തരണം എന്നാണോ ഇപ്പോൾ ഇവർ പറയുന്നത്? 3 പേരെ നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്തും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്, ഇതൊരു അനാസ്ഥയാണ് എന്നുള്ളതാണോ സംഘടന ആരോപിക്കുന്നത്? ലിബി. തീർച്ചയായും ഡോക്ടർ അരുൺ, മത്സ്യത്തൊഴിലാളി ഐക്യവേദി വളരെ രൂക്ഷമായി തന്നെയാണ് ഇക്കാര്യത്തിൽ വിമർശനം ഉന്നയിക്കുന്നത്. കാരണം പലപ്പോഴും മത്സ്യത്തൊഴിലാളികൾ പോയി ഉൾക്കടലിൽ അവർക്കൊരു അപകടം സംഭവിച്ച് കാണാതായാൽ അവരെ കണ്ടെത്താനോ തിരച്ചിൽ നടത്താനോ ഉള്ള സംവിധാനങ്ങളുടെ അപര്യാപ്തത വളരെ ഭീകരം തന്നെയാണ്. ഈ ഒരു സാഹചര്യത്തിൽ അടിയന്തരമായി ഒരു സംവിധാനം ഏർപ്പെടുത്തേണ്ടതുണ്ട്. അതിനാണ് അവർ ഒരു നിർദ്ദേശം വെക്കുന്നത്. അതിന്റെ സാങ്കേതിക തടസ്സമോ മറ്റു കാര്യങ്ങളോ അവർക്കറിയില്ലെങ്കിലും ഒരു നിർദ്ദേശമാണ് മത്സ്യത്തൊഴിലാളി ഐക്യവേദി വെക്കുന്നത്. കാരണം സർക്കാരിന്റെ ഹെലികോപ്റ്റർ കൂടി ഇത്തരത്തിൽ അവരെ രക്ഷിക്കാനോ അല്ലെങ്കിൽ നിരീക്ഷണം നടത്താനോ എങ്കിലും ഉപയോഗപ്പെടുത്തുക. അങ്ങനെയെങ്കിൽ ഈ പറയുന്നത് പോലെ ഇത്തരം അപകടങ്ങളുടെ ഒരു ആഴം കുറയ്ക്കാൻ, വ്യാപ്തി കുറയ്ക്കാൻ സാധിക്കും. പലപ്പോഴും കേരള തീരത്ത് നിന്ന് പോകുന്ന വള്ളങ്ങൾ അപകടത്തിൽപ്പെട്ടാൽ, ബോട്ടുകൾ അപകടത്തിൽപ്പെട്ടാലോ ഒക്കെ രക്ഷിക്കാനോ ഇവരെ ഇത് കണ്ടെത്താനോ ഒക്കെ വളരെയധികം സമയമെടുക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ജീവഹാനിക്ക് ഇടയാകുകയും ചെയ്യും. ഇത് ഒഴിവാക്കാനാണ് ഇത്തരമൊരു നിർദ്ദേശം വെക്കുന്നത്. മാത്രമല്ല, നേവിയും അതുപോലെ തന്നെ കോസ്റ്റ് ഗാർഡും ഒക്കെ ഉണ്ടെങ്കിലും പലപ്പോഴും ഇവരുടെ സേവനം ലഭ്യമാകാറില്ല എന്നുള്ള ആരോപണവും മത്സ്യത്തൊഴിലാളി ഐക്യവേദി മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിനൊപ്പമാണ് ഇപ്പോൾ വരാപ്പുഴ അതിരൂപത കൂടി ഈ വിഷയത്തിൽ ആശങ്ക പ്രകടിപ്പിച്ച രംഗത്ത് വന്നിരിക്കുന്നത്. കാരണം ഇത്തരത്തിൽ മഴ രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ കടൽക്ഷോഭങ്ങളൊക്കെ വളരെ കൂടുന്ന സാഹചര്യത്തിലൊക്കെ മത്സ്യത്തൊഴിലാളികൾക്ക് അപകടം നേരിടുക പതിവാണ്. ഇപ്പോൾ തന്നെ പുതുവൈപ്പിൽ നിന്ന് 2 പേരെയാണ് കഴിഞ്ഞ ദിവസം 2 പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. ഇപ്പോൾ 3 പേരെ കാണാതായിരിക്കുന്നു. ഈ ഒരു സാഹചര്യമൊക്കെ കുറച്ചുകൂടി പ്രാധാന്യത്തോടുകൂടി സർക്കാർ കണക്കിലെടുക്കണം. അതുകൊണ്ട് തന്നെ ഇവരുടെ ജീവൻ നിലനിർത്താനും ഇവർക്ക് ജീവഹാനി ഒഴിവാക്കാനുമുള്ള സംവിധാനങ്ങൾ, ഇവരുടെ സുരക്ഷാ സംവിധാനങ്ങൾ, അതെല്ലാം വളരെ അടിയന്തര പ്രാധാന്യത്തോടുകൂടി സംസ്ഥാന സർക്കാർ പരിഗണിക്കണമെന്നാണ് വരാപ്പുഴ അതിരൂപത ഇപ്പോൾ പറയുന്നത്. വരാപ്പുഴ അതിരൂപത സഹായമെത്രാനാണ് ഇക്കാര്യം ഇപ്പോൾ റിപ്പോർട്ടറോട് പറഞ്ഞിരിക്കുന്നത്. ഡോക്ടർ, താങ്ക് യു. ലിബിയാണ് വിവരങ്ങൾ നൽകിയത്.